ഇന്നലത്തെ തിരുതക്കറി തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചിച്ചത് ചാറിലൊരു തുണ്ട് കഷ്ണമൊക്കെ എല്ലാവരും എടുത്ത് തിന്നു. നല്ല തവിടുള്ള മട്ടേരി ജൈവം ഇതായിരുന്നു വെച്ചിട്ടുണ്ട്. ശരിക്കും കാന്താരിയാണ് വേണ്ടത്. ഇപ്പൊ പറമ്പിലേക്ക് ഓടാൻ എനിക്ക് വയ്യ, അതുകൊണ്ട് എരിവുള്ള മാങ്ങാച്ചാറ് ഇങ്ങോട്ട് ഒഴിച്ചു. നല്ല കായയും ചെറുപയറും കൂടെ വെച്ച് നമ്മുടെ ഇവിടെ മെഴുക്ക് വരുത്തി. ഞായറാഴ്ച വല്ലപ്പോഴും ഒരിക്കൽ, മാസത്തിൽ 1-2 തവണ എനിക്ക് തോന്നിയ പോലെ ഞാൻ ഭക്ഷണം കഴിക്കും കേട്ടോ. തലേ ദിവസത്തെ കറിയില് അത് എന്നാ കറിയാണെങ്കിലും, പച്ചക്കറി അരയ്ക്കുന്നവർക്ക് അല്ല മാമ്പഴ പുളിശ്ശേരിയോ അല്ലെങ്കിൽ എന്താ പറയാ മാങ്ങയും ചക്കക്കൂട്ട കറിയോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കഴിക്കുമായിരിക്കും. നോൺ വെജ് കഴിക്കുന്നവരും മീനോ ഇറച്ചിയോ ഒക്കെ ഇതുപോലെ ഇട്ട് കഴിക്കുമായിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, തലേ ദിവസം വെച്ച ചട്ടിയിൽ വെച്ച ഏതെങ്കിലും ഒരു കറിയിൽ ഇതുപോലെ ചോറിട്ട് കഴിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഏത് കറിയാണോ നമുക്ക് കമന്റ് ചെയ്യണം. അന്നമ്മയ്ക്ക് മീൻകറി തന്നെയാണ് ഇഷ്ടം. എന്നാ ടേസ്റ്റ് അല്ലേ ഈ തിമിർത്ത് പെയ്യുന്ന മഴയത്ത്. ഞായറാഴ്ച ഒരു ദിവസം ഇങ്ങനെ ലേറ്റായി എഴുന്നേറ്റ് വന്ന് പോലെ കുറെ പുസ്തകമൊക്കെ വായിച്ച് ഇരിക്കുമ്പോൾ നല്ല വിശക്കുമ്പോൾ തലേ ദിവസത്തെ മീൻകറിയിൽ അല്ലെങ്കിൽ ഇറച്ചിക്കറിയിൽ പച്ചക്കറിയിൽ ഇങ്ങനെ ചോറിട്ട് കുഴച്ച് കഴിക്കുമ്പോൾ ഒരു ഫീല് എത്ര പേർക്ക് അത് ഇഷ്ടമാണ്. തിരുതക്കറി മാസാണ്. തലേ ദിവസം നല്ല തേങ്ങാപ്പാല് വറ്റിച്ച് വെച്ച തിരുതക്കറി, അതും ചട്ടിയിൽ തന്നെ ഇരുന്നേലും നല്ല കുത്തരി ചോറിട്ട് നല്ല എരിവുള്ള മാങ്ങാച്ചാറും വാഴക്കക്കറിയും കൂടി ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ എല്ലാം കൂടെ കൂടിച്ചേർന്ന് നമ്മുടെ നാവിലേക്ക് എത്തുമ്പോൾ ഒരു രുചിയുണ്ടല്ലോ, അടിപൊളിയാണ് അല്ലെ, പറഞ്ഞറിയിക്കാൻ വയ്യ. അപ്പൊ എന്നാ ചെയ്യണം? നേരെ പോവുക, അന്നമ്മയുടെ ചാനലിൽ പോവുക. തിരുതക്കറിയുടെ റെസിപ്പി ഉണ്ട്, ഉണ്ടാക്കി ഓരോന്നിന്റെ റെസിപ്പി ഉണ്ട്, എല്ലാം കണ്ടോളുക. ഇതുപോലെ കൊതിപ്പിക്കുന്ന വീഡിയോസ് ചെയ്ത് നിങ്ങളുടെ ദുഷ്ടായിട്ടുള്ള അന്നമ്മ കൊതിപ്പിച്ചോണ്ടേയിരിക്കുകയല്ലേ, അത് കാണുക. നമ്മുടെ ചാനല് ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനോ ഒരു കമന്റ് ചെയ്യാനോ മറക്കരുത്.